ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അവർക്കിടയിലുള്ള ദാമ്പത്യ ജീവിതം നല്ല മനോഹരമായിട്ട് ഇങ്ങനെ പോവാണ്. കഷ്ടകാലം എന്ന് പറയാം. ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നു. അസുഖം വന്നത് സ്കിൻ ഡിസീസ് ആണ്. ചൊറിച്ചിലും പഴുപ്പും അതുപോലെ വെള്ളപ്പാണ്ടും എന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത രീതിയിൽ ഭാര്യ വികൃതമായി തുടങ്ങിയപ്പോൾ സത്യത്തിൽ അവൾക്ക് ഭയങ്കര സങ്കടമായി. ഭർത്താവിന് എന്നെ ഇഷ്ടമില്ലാതായി പോകുക. കാരണം അവർക്ക് ഉള്ളിൽ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇടയ്ക്കാണ് ഭർത്താവ് ഒരു യാത്രയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി. ഭർത്താവിന്റെ 2 കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടു. അങ്ങനെ തിരിച്ചു വന്നു. ഇവര് പരസ്പരം വീണ്ടും ജീവിക്കാൻ തുടങ്ങി. ഭാര്യ അനുദിനം കൂടുതൽ വികൃതമായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഭർത്താവ് ഭാര്യയെ സഹായിക്കുന്നു. ഭാര്യ ഭർത്താവിനെ കൈപിടിച്ച് വഴികൾ കാണിച്ചു കൊടുക്കുന്നു. അവരുടെ ജീവിതം മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. കുറെ കാലത്തിന് ശേഷം ഭാര്യ മരിച്ചുപോയി. ഭാര്യയുടെ അടക്കം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഭർത്താവ് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഭർത്താവിന്റെ പഴയ ഒരു സുഹൃത്ത് വിളിച്ച് ചോദിക്കുകയാണ്, അല്ലടാ നീ ഇനി എന്താ ചെയ്യാം? നിനക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്ന, നിന്നെ വഴി കാണിച്ച, നിന്നെ കൈപിടിച്ച് നടത്തിയ നിന്റെ ഭാര്യ ഇനി ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ഹൃദയസ്പർശിയായ മറുപടി ഇത്രയേ ഉള്ളൂ, എന്റെ കണ്ണിന് ഒരു പ്രശ്നമില്ല, ഞാൻ അതങ്ങനെ അഭിനയിച്ചതാണ്. ഭാര്യക്ക് സ്കിൻ ഡിസീസ് വന്നപ്പോൾ അവൾക്ക് സംശയം വരാൻ തുടങ്ങുകയാണ്. ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വെറുപ്പാകുമോ, എനിക്ക് ഇഷ്ടക്കുറവുണ്ടാവുമോ എന്ന് തോന്നിയിട്ട് ഭാര്യയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി ഇത്ര കാലവും ഞാൻ അഭിനയിക്കായിരുന്നു. എന്റെ കണ്ണിനൊരു കുഴപ്പമില്ല. ആകെയുള്ള സങ്കടം എന്ന് പറയുന്നത് എന്നെ എല്ലാ സപ്പോർട്ടും ചെയ്ത ഭാര്യ നഷ്ടപ്പെട്ടല്ലോ എന്ന് മാത്രമാണ് എന്റെ സങ്കടം. ഇതാണ് സത്യത്തിൽ യഥാർത്ഥ പ്രണയം, യഥാർത്ഥ ദാമ്പത്യം എന്ന് പറയുന്നത്. ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും സാക്രിഫൈസ് ചെയ്യുന്ന, രണ്ടുപേരും ഇഷ്ടപ്പെടുന്നത് സൗന്ദര്യത്തെ അല്ല, പകരം അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത കെയറിനെയാണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത റെസ്പെക്റ്റിനെയാണ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത സ്നേഹത്തിനാണ് വിലയുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.